സാധാരണ ബൊഗേൻവില്ല ഹോം ഗാർഡനുകളിൽ മദർ പ്ലാന്റുകൾ അങ്ങനെ സെയിലിനുണ്ടാകാറില്ല. ഇന്നത്തെ നമ്മുടെ യാത്ര മദർ പ്ലാന്റുകളെല്ലാം വിൽക്കുന്ന ഒരു അടിപൊളി ബൊഗേൻവില്ല ഹോം ഗാർഡനിലേക്കാണ്. തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട അടുത്ത് കളേഴ്സ് ഗാർഡൻ എന്ന ഈ ഗാർഡനിൽ നിന്നും ഇപ്പോൾ ഈ കാണുന്ന വലിയ വലിയ മദർ പ്ലാന്റുകൾ നമുക്ക് റിസോർട്ടിന് വേണ്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വേണ്ടിയോ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ് വേൾഡ് അല്ലെങ്കിൽ സ്പ്ലാഷ് എന്ന് പറയുന്ന ഹൈബ്രിഡ് വെറൈറ്റി ബോഗൻവില്ലയുടെ മദർ പ്ലാന്റുകളാണ്. ഇതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റികൾ അല്ലെങ്കിൽ ഒരുപാട് പ്ലാന്റുകൾ ഈ ഇനത്തിൻ്റെ തന്നെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം എത്രയും വേഗം ഇവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്തോളൂ നമുക്ക് സെയിലിനായിട്ട്. ആദ്യം ഓർക്കിഡ് കൃഷിയിൽ തുടങ്ങിയ ഈ കുടുംബം ഇപ്പോൾ ബോഗൻവില്ല മാത്രമാണ് വളർത്തുന്നതും സെയിൽ ചെയ്യുന്നതും. അവർക്ക് ബോഗൻവില്ലയോടുള്ള ഈ താല്പര്യത്തെക്കുറിച്ചും അതുപോലെ അതിൻ്റെ കൃഷി രീതികൾ, വളപ്രയോഗം, അതുപോലെ നന, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോയിൽ ഇവിടുത്തെ ഒരുപാട് വെറൈറ്റികൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൃഷി രീതികൾ, നന, വളപ്രയോഗം, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൂണിങ് എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, അതേപോലെ ഓരോ വെറൈറ്റികളും പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. അങ്ങനെയുള്ളൊരു വീഡിയോയാണ്. അപ്പം എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട അടുത്ത് അരിപ്പാലം വളവനങ്ങാടിക്ക് ഇടയിൽ, അതായത് വളവനാടി കപ്പേള എന്ന് പറയും. ഇവിടെ സെയിൽ എങ്ങനെയാണ് പറഞ്ഞത്? സെയിൽ നമുക്ക് ഓൺലൈനിൽ ഇല്ല, ഇവിടെ വരുന്നവർ വന്ന് എടുക്കലാണ്. അതെ അതെ അതെ. ഇതൊരു ഹോം ഗാർഡൻ ആണ്. അതെ, ഹോം ഗാർഡൻ ആണ്. ഇത് എത്ര വർഷമായി? ഞങ്ങളൊരു 10-12 വർഷത്തിൽ കൂടുതലായി. ബോഗൻവില്ല വെറൈറ്റികൾ മാത്രമേ ഉള്ളൂ. ബോഗൻവില്ല വെറൈറ്റികൾ മാത്രമേ ഉള്ളൂ. ഇതേതാ വെറൈറ്റി? ഇത് നമ്മളെ മിസ് വേൾഡ് എന്ന് പറയും. ഓ, ശരിക്കും നല്ല അട്രാക്ഷൻ ഉള്ള, നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. മൾട്ടി കളർ ആയിട്ട് വരും അല്ലേ? 2 കളറാണ്. നിറയെ പൂവുണ്ടാവുകയും ചെയ്യും, നന്നായിട്ട് ഫ്ലവർ ചെയ്യും. മിസ് വേൾഡ് ശരിക്കും ആ പേരിന്റെ ആ ഒരു സ്പ്ലാഷ് എന്നും പറയും, മിസ് വേൾഡ് എന്നും പറയും. എന്നിട്ട് കുറെ പുതിയ പുതിയ ഇനങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷെ പുതിയത് ഇറങ്ങിയാൽ എല്ലാത്തിലും നന്നായിട്ട് ഫ്ലവർ ചെയ്യുമെന്ന് സംശയമാണ്. എപ്പോഴെന്ന് വെച്ചാല് ആ ഫ്ലവർ ഉള്ള സമയത്ത് നന്നായിട്ടുണ്ട്. ചില ചെടികൾ ഒന്ന് പോത്താ പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ട് വരും. ഇല്ല, എത്ര ഗ്യാപ്പില്ല. അടിപൊളി തന്നെയാണ്. നല്ല നല്ല ചെറിയ തടികളുണ്ടോ? ചെറിയ പ്ലാന്റ്സ് ഉണ്ട്. അതല്ലേ നമുക്ക് ചെറിയ ചെടികളും ഈ മദർ പ്ലാന്റുകൾ കൊടുക്കും അതോ? ആ, മദർ പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് കൂടുതലായിട്ടുണ്ടാവും മദർ പ്ലാന്റ്സ്. മദർ പ്ലാന്റ് കൊടുക്കും. ഈ ചെടിയൊക്കെ കൊടുക്കാനുള്ളത്? അതെ അതെ അതെ. ഇപ്പോൾ റിസോർട്ടിലേക്കോ അങ്ങനെ വീട്ടിലേക്കോ ആവശ്യമുള്ളവർക്ക് ഈ വലിയ ചെടികൾ നമ്മൾ കൊടുക്കും. വന്ന് കൊണ്ടുപോയിട്ടുണ്ട്, റിസോർട്ടുകളിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അതെ അല്ലേ? ഇതൊക്കെ ഒരു 5 അടി 6 അടി ഹൈറ്റിൽ ഒരു 5 അടി കൂടുതലായിട്ടുണ്ട്. എന്തായാലും ഇത് നിറയെ, ഇത് വർഷങ്ങൾ തോറും കഴിയും തോറും കുറച്ച് പൂക്കളാവും. ആ പൂക്കള് കൂടും. അതാണ് വലിയ ചെടിയുടെ പ്രത്യേകത. കളറും കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ നല്ലൊരു ബ്രൈറ്റ്നസ് വരും. മഹാറാണി എന്ന് പറയുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കളറാണ്. ഇപ്പൊ ഇത്തിരി ഫെയ്ഡ് ആയിട്ടുണ്ട്, കളർ ഫെയ്ഡ് ആയിട്ടൊണ്ടിരിക്കുന്നുണ്ട്. ഇതും മൾട്ടി കളർ ആയിട്ട് ഡബിൾ ഷെയ്ഡിൽ വരുന്നതാണ്. നിറച്ച് പോകണ്ട. ഇതും അത്ര പ്രായമൊന്നും ഇല്ല, എന്നാലും നിറയെ പൂക്കളുമായിട്ടുണ്ട്. ഈ ഒരു കളറ് അത് അതിൽ കയറി വരുന്നതാണ്. വരാറില്ല. അത് ഇല്ല, കുറച്ച് കഴിയുമ്പോൾ അത് കുറച്ചും കൂടി തടി മൂക്കുമ്പോ നന്നായിട്ട് മാറി വരും അല്ലേ? ഇത് നല്ലൊരു വെറൈറ്റി ആണ്. വെറൈറ്റി നല്ലതാണ്. തീരെ ചെറുതുകൾ കഴിഞ്ഞു അല്ല, ഇത്തിരി മച്ചറായിട്ടുള്ള പ്ലാന്റ്സ്. മദർ പ്ലാന്റ് കൊടുക്കാനുണ്ട്. മദർ പ്ലാന്റ് കൊടുക്കാനുണ്ട്. ഇതും മഹാറാണി തന്നെ. രണ്ടും മഹാറാണി തന്നെയാണ്. ഇക്കൊല്ലമാണല്ലോ ഇത് കൂടുതലായിട്ട് വന്നു. കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് ഇറങ്ങിയുള്ളൂ. ഇത്തവണ ശരിക്കും അതിന്റെ ചെറിയ ചെറിയ പ്ലാന്റ്സുകൾ ഒത്തിരി സെയിലുണ്ടായിരുന്നു. ഇത് നമ്മുടെ ബ്രിസ റെഡ് ആണ്. ഇതുപോലെ നന്നായിട്ട് ഫ്ലവർ ചെയ്യണതാണ്. എപ്പോഴും പൂവുണ്ടാവും. ബ്രിസയ്ക്ക് പൂവുണ്ടാവും നന്നായിട്ട്. ബ്രിസയുടെ പിങ്ക് ഉണ്ട്, പീച്ച് ഉണ്ട്. ഇത് 2-3 എണ്ണം ഉണ്ടല്ലോ. പിങ്ക് 2 എണ്ണം ഉണ്ട്. ഒരു ഡാർക്കും ഉണ്ട്, ലൈറ്റും ഉണ്ട്. പക്ഷെ കൂടുതൽ പൂക്കൾ ഉണ്ടാവണത് ശരിക്കും പറഞ്ഞാല് ഒരു പിങ്കും പീച്ചും റെഡും ആണ്. ഒരെണ്ണത്തിൽ മുള്ളു കൂടുതലാണ്. ബ്രിസയുടെ പൂ കുറച്ച് നാൾ നിൽക്കും. ബ്രിസയുടെ പൂ നിൽക്കുകയും ചെയ്യും, കുറച്ച് കഴിയുമ്പോഴത്തേന് അത് വരെയും ചെയ്യുന്നുണ്ട്. കുഞ്ഞു പൂക്കൾ ഭംഗിയുള്ളതാ. പിന്നെ ഇതിലൊക്കെ ഒത്തിരി അങ്ങോട്ട് ഭയങ്കര മുള്ളെന്ന് പറയാനായിട്ടില്ല. ഹൈബ്രിഡിൽ എല്ലാത്തിലും അങ്ങനെയാണ്, ഭയങ്കര മുള്ളെന്ന്. മഹാറാണിയിലൊക്കെ മുള്ളു കുറവല്ലേ? 2 മുള്ളില്ല എന്നല്ല, എന്നാലും കുറവാണ്. പണ്ടത്തെ ബോഗൺവില്ല എന്ന് പറയുമ്പോൾ ഒരു മുള്ളുള്ള ചെടി എന്നുള്ളതില്ല, അത് ഇതിൽ കുറഞ്ഞു. അതെ, ഹൈബ്രിഡ് ആകുമ്പോൾ കളറും ഉണ്ടാവും, നന്നായിട്ട് പൂക്കളും ഉണ്ടാവും.
ഇത് നമ്മളെ വളങ്ങളൊക്കെ എങ്ങനെയാ ചെയ്യണേ? എന്തോ ജൈവവളം വളങ്ങൾ നമ്മൾ ജൈവ വളങ്ങളാണ് കൂടുതൽ പറയുന്നത്. അതായത് എല്ലുപൊടിയും ചാണകം തന്നെ ഞങ്ങൾ ഇടുന്നത്. പിന്നെ ഇളക്കമുള്ള മണ്ണുണ്ടാവണം എന്ന് മാത്രം. ഇത് ബാലകയാണ് കേട്ടോ, ബാലക. ഇതും ഇതുപോലെ 2 വർഷം മുമ്പ് ഇറങ്ങിയതാണ്. കഴിഞ്ഞ കൊല്ലം ഇത്തിരി പേരൊക്കെ കേട്ട് ഇക്കൊല്ലം നല്ല പേര് കേട്ട് നിറച്ച് പൂവുണ്ടാവും. നിറയെ പൂവുണ്ടാവും. ഇങ്ങനെ ഈ പിച്ചിപ്പൂ പോലെ അതെ, തിക്കായിട്ട് പൂവരയിലേക്ക് ചെറുതായിട്ട്. അത് തന്നെ ബാലക. ഇത് ലോലയുണ്ട് കേട്ടോ. ലോല എന്ന് പറഞ്ഞാൽ വളരെ ലോലമാണ് ഇതിന്റെ. അത് നന്നായിട്ട് പിടിച്ചു കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. ചെറിയ പ്ലാന്റ്സ് ഉണ്ടാക്കാനായിട്ട് ഇത് കുറച്ച് വർഷമായി. നല്ല തിക്കായിട്ട് ഫ്ലവറായി നല്ല വളർന്നു കിട്ടി. ഇത് പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന രീതിയിലല്ല, അതായത് ഇതിന്റെ സ്റ്റെമ്മെല്ലാം വളരെ നേർമയാണ്, നൂല് പോലെയാണ്. അപ്പൊ അത് നമുക്ക് കട്ടിങ്സും കിട്ടൂല. ചെറിയ പ്ലാന്റ്സ് ഉണ്ടാക്കാനോ പെട്ടെന്ന് അങ്ങോട്ട് ലോലയുടെ കുഞ്ഞുങ്ങള് ആകുന്നില്ല. ലോല നല്ല ഡിമാൻഡുള്ള ശരിക്കും അതിന്റെ ചെറിയ പ്ലാന്റ്സ് ഒത്തിരി കിട്ടുകയാണെങ്കിൽ അടിപൊളി നല്ല ഭംഗിയാണ്. ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ്. ഇത് ഫോക്സ് ടെയിൽ റെഡ് ആണ് കേട്ടോ. ഇത് ഇതുപോലെ തിക്കായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന അതന്നെ. ആദ്യം ഉണ്ടായിരുന്ന ജുവൽ എന്നുള്ള ഒരു പേരുള്ള ജുവൽ. അതിന്റെ തന്നെ ഇത്തിരി കൂടി നീളത്തിലുണ്ടാവും ഇതിനകത്ത്. ഇതിന്റെ വേറെ കളർ ഉണ്ടോ? ഇതിന്റെ വേറെ കളർ ഇല്ല എൻ്റെ അടുത്ത്. ഫോക്സ് ടെയിൽ വൈറ്റ് ഉണ്ട്, അത് വേറൊരു സൈഡിലിരിക്കുകയാണ്. നമ്മുടെ ട്രൈ കളറിന്റെ വേരിഗേറ്റഡ് ആണ്. ഇത് ഇതുപോലെ കൊച്ചു കൊച്ചു പൂക്കളാണ്. നിറയെ പൂ വരുമ്പോഴാണ് അതിന്റെ പ്ലാസ്റ്റിക് പൂ പോലെ തോന്നില്ല. ഒരു ചുരുളിച്ചുള്ള പൂവിന് ചെറിയൊരു ചുരുളിച്ചുണ്ടല്ലോ പൂവിന്. അതെ, വെരിഗേറ്റഡ് ട്രൈ കളറാണ്. ഇത് നിറച്ച് പൂവുള്ള ഒരു ഹവായ് വൈറ്റ് ആണ്. വെരിഗേറ്റഡ് ആവുമ്പോ നല്ലൊരു ഭംഗിയാണ്. ലീഫും ഇത് വൈറ്റ് പിന്നെ എന്തിന്റെ കൂടെ വൈറ്റ് ഭംഗിയാണ്. എന്നാലും ചില ആൾക്കാർക്ക് ചിലവർക്ക് വെരിഗേറ്റഡ് ലീഫ് ഇഷ്ടമാണ്, ചിലവർക്ക് വെരിഗേറ്റഡ് ലീഫ് ഇഷ്ടമല്ല. അതുപോലെ നമുക്ക് ഈ പ്രൂണിംഗ് ഒക്കെ നമ്മൾ എപ്പോഴാണ് ചെയ്യാം? പ്രൂണിങ് നമ്മൾ എല്ലാ സമയത്തും ചെയ്യാം. ഈ പൂവുള്ള സമയത്ത് നമുക്കൊരു സോഫ്റ്റ് ആയിട്ട് ചെയ്യാം പ്രൂണിങ്, എന്നാലേ പൂക്കൾ ഉണ്ടാവുള്ളൂ. ഉണങ്ങി വരുന്ന പൂവ് കട്ട് ചെയ്ത് അതെ, പതുക്കൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ വീണ്ടും പൂക്കൾ ഒരുപാട് തളപ്പുകൾ വരും. ഒരു പൂക്കളായിട്ട് ഇങ്ങനെ ചെറിയ ഇലകൾ വരുന്ന വരെ പൂക്കൾ തോന്നും. നമ്മുടെ റെഡ് വെൽവെറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. പൂവായി വരുന്നുള്ളൂ. നമ്മുടെ ചില്ലി റെഡ് ഒരു വേരിയേഷൻ ആയിട്ട് തോന്നും. പക്ഷെ കുറച്ചും കൂടി ഫോക്സ് ടെയിൽ റെഡും അല്ല ചില്ലി റെഡും അല്ലാത്തൊരു ഇനമാണ് റെഡ് വെൽവെറ്റ്. അതും പുതിയത് തന്നെയാണ്. നമ്മുടെ ഫോക്സ് ടെയിൽ റെഡ് ഒക്കെ പറഞ്ഞതാണ്. ഇത് ട്രൈ കളറാണ് കേട്ടോ. ഇത് ഇപ്പൊ കഴിഞ്ഞ പോലെ നല്ലതായിട്ട് പൂവുണ്ടായിരുന്നു. നമ്മളതിൽ നിന്ന് കട്ടിങ്സ് ഒക്കെ എടുത്ത് പ്ലാന്റ് ഇത്തിരി ചെറുതായി നിൽക്കും. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ട്രൈ കളർ തിക്കായിട്ട് പൂവുണ്ടാവും. എപ്പോഴും പൂവുണ്ടാവും ചെയ്യും. ഒരു പൂക്കൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണങ്ങി കഴിയുമ്പോൾ അടുത്ത പൂക്കൾ ഉണ്ടാവും. അത് വെരിഗേറ്റഡ് ട്രൈ കളർ. ചെറിയ ഇത് വലിയ പൂക്കളാണ്. ഒരുവിധം മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇതില് പൂക്കൾ ഉണ്ടാവാറുണ്ട്. അത് തന്നെ നമ്മുടെ സൺറൈസ് വൈറ്റിലും ഉണ്ടാവാറുണ്ട്. ഇത് നമ്മുടെ റെഡ് ടാങ്ലോങ് ആണ്. ടാങ്ലോങ് കുറെ കളർ ഉണ്ടല്ലോ. ഓറഞ്ച് ഉണ്ട്, പീച്ച് ഉണ്ട്, യെല്ലോ ഭയങ്കര ഫേമസ് ആയിരുന്നു ആദ്യം. പിന്നെ അതിന് ഒട്ടും ഡിമാൻഡ് ഇല്ലാണ്ടായി. അതുകൊണ്ട് അതുകൊണ്ട് കളർ വേരിയേഷൻ വരണ്ട് യെല്ലോയില്. റെഡ് പക്ഷെ ഒത്തിരി നല്ലതാണ്. റെഡും ഓറഞ്ചും ഉണ്ട്. പീച്ച് അല്ലാണ്ട് ഒരു ഓറഞ്ച് കളറും ഉണ്ട്, അത് നല്ലതാണ്. പിന്നെ പിങ്ക് ഉണ്ട്. ഇത് കയാട്ടയാണ്. കയാട്ട ഇതുപോലെ തന്നെ നിറയെ പൂക്കളുണ്ട്. കണ്ട ഇലകള് കുറവായിട്ടൊന്ന് പൂക്കളുണ്ടാണ്. പിച്ച് ഫെയ്ഡായി നിൽക്കുകയാണ്. ഇത് കുറെ പ്രായത്തിയാണ് കേട്ടോ. വർഷങ്ങളെത്തിയ ചെടിയാണ്. അതിന്റെ കട കണ്ട അപ്പൊ അത്രയും ഫ്ലവർ വരുന്നത് അത്രയും പ്രായമാകുമ്പോഴാണ്. കയാട്ട. ഇവിടെ ഇരിക്കുന്നതെല്ലാം ഫയറോപ്പാലും, റൂബി റെഡ്, ഫ്ലെയിം റെഡ്, നമ്മുടെ ബാലക എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാമായിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഫയറോപ്പാലം നല്ല പഴയ പ്ലാന്റ്സ് ആണ്. കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയാണ്. പുതിയത് വന്നതിനേക്കാളും നിറയെ ഫ്ലവർ ചെയ്യുന്നതാണ്. വലിയ ചെടിയാണെങ്കിൽ ഒത്തിരി ഭംഗിയാണായിട്ട്. ഡിമാൻഡ് ഉണ്ട്. ഫ്ലെയിം റെഡ്, ഫയറോപ്പാൽ, റൂബി റെഡ് ഒക്കെ നല്ല ഡിമാൻഡ് ഉള്ളതാ. കൂറാബെലൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ കൊച്ചു കൊച്ചു പൂക്കളാണെങ്കിൽ നല്ല ഭംഗിയുള്ള ചെടിയാണ്. ഹാങ്ങിങ്ങിന് നല്ലതാണ്. അല്ലാതെ ഇപ്പൊ നമുക്ക് ഹൈറ്റിലൊക്കെ വളർത്തിയാൽ നല്ല രസമാണ്. നല്ല
വെരിഗേറ്റഡ് ലീഫും പൂവിന്റെ കളറും കൂടെ പൂക്കൾ തന്നെ ഒരു ബേബി പിങ്കും എല്ലാം അങ്ങനത്തെ കളറാണ്. ഇത് നമ്മുടെ ഒരു പേർപ്പിള മിനിച്ചർ ടൈപ്പാണ്. ചെറിയ പൂക്കളാണ്, നിറച്ച് പൂവുണ്ട്. ഇത് ഞങ്ങൾ ഇത്തിരി കട്ട് ചെയ്ത് പോയി, അല്ലെങ്കിൽ ഹൈറ്റിൽ വളർന്നാൽ ഇതിലും ഭംഗിയാണ്. ഇത് ബ്രീസ പിങ്ക് ആണ് കേട്ടോ. ഞങ്ങൾക്ക് കുറെ വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ ചെടിയാണത്, ബ്രീസ പിങ്ക്. നമ്മളെങ്ങനെയാ ഈ ഒരു ബോഗൻവില്ല ഫീൽഡിലേക്ക് വന്നത്? ചെടികളോടുള്ള താല്പര്യം കൊണ്ടാണ്. അതെ, ബോഗൻവില്ലയുടെ കളറിന്റെ ഒരു താല്പര്യം. റെഡ് കണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പേ റെഡ് ബോഗൻവില്ല കണ്ടപ്പോ അങ്ങനെ അതൊരു ഇഷ്ടം തോന്നി, അങ്ങനെ കളക്ട് ചെയ്തു. പക്ഷെ ആ റെഡ് അല്ല ഇപ്പൊ ഇഷ്ടം പോലെ റെഡുകളായി. കളക്ട് ചെയ്ത് നമ്മള് സെയിലിലേക്ക് വന്നാണല്ലേ? അതെ അതെ. ആദ്യം വീട്ടിൽ മാത്രം ഉണ്ടായിരുന്നുള്ളോ? ഇവിടെ ബോഗൻവില്ല നമുക്ക് ഓർക്കിഡ്സ് കുറച്ചുണ്ടായിരുന്നു. പിന്നെയാണ് അതിലേക്ക് വന്നത്. പിന്നെ ബോഗൻവില്ലയിലോട്ട് പോകുന്നു. ആദ്യത്തെ ചില്ലിയിൽ പെട്ടതല്ലേ, ചില്ലി യെല്ലോ. പക്ഷെ ഇപ്പോഴും അതിന് നല്ല ഭംഗിയുള്ളതാണ്. ചില്ലി യെല്ലോ എന്ന് അറിയണ്ടാവണമെങ്കിൽ അതെ, ഇത് അത്രയും കളർ യെല്ലോ ഒക്കെ പെട്ടെന്ന് ഫെയ്ഡ് ആവും. പക്ഷെ ചില്ലി യെല്ലോ അങ്ങനെ ഫെയ്ഡ് ആവുന്നില്ല, നിറയെ പൂവുണ്ടാവുന്നതാണ്. അതിന് ചില്ലി ഐസ്ക്രീമും ഉണ്ട്. അതേ അവിടെ ഐസ്ക്രീമാണ്, ചില്ലി ഐസ്ക്രീമാണ്, രണ്ടും കൂടി ഉള്ളതാണ്. ഇതൊക്കെയാണല്ലോ മൾട്ടിഗ്രാഫ്റ്റ് ആയിട്ട് പോകാൻ. അത് ഗ്രാഫ്റ്റ് ആണത്, യെല്ലോയും ഐസ്ക്രീം. ഇത് രണ്ടും കൂടെ ഗ്രാഫ്റ്റ് ചെയ്താണല്ലേ. ഇതൊക്കെ എത്ര വർഷമായിട്ടുണ്ടാവും? ഇത് നമുക്കൊരു 10 വർഷമായിട്ടുണ്ട്. അതെ അല്ലേ? ഇത് നമ്മുടെ സൺറൈസ് വൈറ്റ് ആണ് കേട്ടോ. ഇതൊരു വലിയ പ്ലാന്റ് ആയി. വലിയ പ്ലാന്റ് ആയി. ഇതിലും തിക്ക് ആയിട്ട് പൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്, വീണ്ടും വീണ്ടും ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പൂവുണ്ടാവും. ഇത് പൂ പോകുന്നതും തിരിച്ചു വരുന്നതും അറിയില്ല, അതാണ് ഈ പ്ലാന്റിന്റെ പ്രത്യേകത. പിന്നെ ഇതിന്റെ അടുത്ത് വേറെ ഏതെങ്കിലും കളർ ഇരിക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് എടുത്ത് അതെ എടുത്ത് കാണിക്കും. റെഡ് ഉള്ള എന്തെങ്കിലും അതാണ് എടുത്ത് കാണിക്കുന്നത്. ഇതിപ്പം വെള്ള കളറിൽ മതിലിന്റെ അതുകൊണ്ടാണ് നമുക്ക് അതൊരു ഇത് കിട്ടാത്ത. റോമ വൈറ്റ് ആണ് കേട്ടോ. കുറെ വർഷങ്ങളായി ഇതൊക്കെ പ്ലാന്റ്സ് ഇറങ്ങിയിട്ട്, പക്ഷെ ഇപ്പോഴും അതിന്റെ ഭംഗി നിലനിൽക്കും. വെരിഗേറ്റഡ് ലീഫിൽ ആ ഫ്ലവർ നിറച്ച് വരുമ്പോൾ ഉള്ളൊരു ഭംഗി വളരെ. ഇതൊരു വലിയ പ്ലാന്റ് ആയില്ലേ? എന്തോ ഇതൊരു വലിയ പ്ലാന്റ് ആയില്ലേ? വലിയ പ്ലാന്റ് ആണ്, അത് വർഷങ്ങളായി കുറെ. ഇത് അഡർണയാണ് കേട്ടോ. അഡർണയിലൊരു ഒരു കളറും കൂടി അതിൽ വേരിയേഷൻ വരും, ഒരു മജന്ത കളറും കൂടി വരും. അത് കുറച്ച് എനിക്ക് തോന്നുന്നത് മൂക്കണം എന്ന് തോന്നുന്നു. പ്ലാന്റ് ചില സ്ഥലത്ത് വന്നിട്ടുണ്ട് ഒരു മജന്ത കളർ. ചിലപ്പോ യെല്ലോ കൂടുതലായി പോകും. അതപ്പോ അതൊരു ഗോൾഡൻ യെല്ലോ എന്ന് പറയും. യെല്ലോ മാത്രമായിട്ട് വരുന്നുണ്ട്, അത് തന്നെ ഗോൾഡൻ യെല്ലോ. ചിലർക്ക് ഈ കളറൊക്കെ മേടിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അത് മാത്രം കംപ്ലൈന്റ് ആവാ ഭയങ്കരം. ഈ ഒരു കളറ് അതാണ് മജന്തയും കൂടി വരുന്നുണ്ട് അതില്. അത് വരുമ്പോഴാണ് അതുകൂടി വരുമ്പോഴാണ് ഭംഗി വരുന്നത്. കൂടെ 3 കളർ ഉണ്ടാവും അതിൽ. ശരി, ഇപ്പൊ നല്ല ഡിമാൻഡ് ഉണ്ടല്ലേ? കുഴപ്പമില്ല, നല്ല പ്ലാന്റ്, കുറച്ച് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്. ഇതുപോലെ തന്നെ അർജുനയും അങ്ങനെ തന്നെ ഒരു ഷെയ്ഡ് തന്നെയാണ്. ഇതാണ് യെല്ലോ പറഞ്ഞല്ലേ? ഗോൾഡൻ യെല്ലോയിലോട്ട് വരുമ്പോ ഒരു കമ്പിൽ മൊത്തം യെല്ലോ ആയില്ലേ? ഇല്ല, അതിപ്പോ കട്ട് ചെയ്ത് കളയാന്ന് വെച്ചിരിക്കണേ. അപ്പൊ അത് മിക്സ് ചെയ്ത് വന്നോളൂ. അടർന്ന നമുക്ക് വലിയ പ്ലാന്റ് കൊടുക്കാനുണ്ടോ? അടർന്നയുടെ ഒരു വിധം നല്ല പ്ലാന്റ് കൊടുക്കാനുള്ളു, ചെറുതൊക്കെ കഴിഞ്ഞു. അതെ, ഇത് നമ്മുടെ ഫ്ലെയിം റെഡ് തന്നെയാണ്, ഒരു മച്ചുറായ പ്ലാന്റ് ആണ് കേട്ടത്. നമുക്ക് കൊടുക്കാനുള്ളതല്ലേ? ഇതെല്ലാം കൊടുക്കാനാണ് പ്ലാന്റ്സ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 3 അടി ഹൈറ്റ് ഉണ്ട്. നിറച്ചും പൂവുണ്ട്. നിറയെ പൂവുണ്ട്. ഒന്നും കൂടി മാറ്റം പെട്ടെന്ന് അറിയില്ല. ബ്രീസയ്ക്ക് ഒരു ചെങ്കൽ കളർ വരുന്നു, ഒരു ഓറഞ്ചും കൂടി കയറും. പൂവായി വരുന്നുള്ളൂ, കുറച്ചും കൂടി ആകുമ്പോൾ നിറയെ ഈ ഫ്ലവർ, ഈ പ്ലാന്റ് ഫുള്ള് ഫ്ലവർ ആയിരിക്കും. ഇത് നമ്മുടെ ചില്ലിയിലെ പെട്ടതാണ്, ചില്ലി പിങ്ക് ആണത്. ഇതങ്ങനെ അധികം കണ്ടിട്ടില്ല, അധികം കണ്ടിട്ടില്ല. പിന്നെ കളർ കോമൺ ആയതുകൊണ്ട് എല്ലാവരുടെ കണ്ണിലോട്ട് അത് വലിയ ഭംഗി വരുന്നില്ല. ചില്ലി യെല്ലോയും ചില്ലി റെഡും ചില്ലി പിങ്കും ചില്ലി ഓറഞ്ചും ഉണ്ട്. ഐസ്ക്രീമും ഉണ്ട്. 5 എണ്ണം ഉണ്ട്. ഇതാരും അങ്ങനെ അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷേ ഇതുപോലെ ഏത് ഫ്ലവർ നിറച്ച് പൂവുണ്ടാവുമ്പോ നല്ല ഭംഗിയാണ് കാണാൻ. നന എങ്ങനെയാണ്? ഡെയിലി രാവിലെ നമ്മള് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഏതെങ്കിലും ഒരു നേരം ശീലമാക്കി എടുക്കും. അങ്ങനെയാണ്. രാസവളങ്ങൾ നമ്മൾ അങ്ങനെ രാസവളങ്ങൾ ഉപയോഗിക്കണില്ല. DAP ഒന്നും ഉപയോഗിക്കണില്ല. മറ്റേ ചാണകവും എല്ലുപൊടിയാണ്, ജൈവമാണ് ഇടുന്നത്. അതിനെ കുറച്ച് നല്ലതെന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. നമ്മൾ ആദ്യമൊക്കെ ഉപയോഗിച്ചിരുന്നു, അപ്പൊ നമുക്ക് വേരുകൾക്ക് കേടുവരുന്നതായിട്ട്. നമുക്കൊരു ലോങ് ടൈം ഇതില് എപ്പോഴും നല്ലത് ജൈവം തന്നെയാണ്. ആ ചെടിക്ക് ആരോഗ്യം ഉണ്ടാവും. ആരോഗ്യം ഉണ്ടാവും, നല്ല പൂക്കളും നല്ല ഭംഗി ഉണ്ടാവും. പെട്ടെന്ന് വേരിന് കേടുവരുന്നില്ല.
ഡ്രാഗൺ ഫ്ലെയിം ആണ് കേട്ടോ. ഇത് പുതിയതാ അല്ലേ? ആ ഇത് പുതിയതാണ്. ഫ്ലെയിമിന്റെ തന്നെ ഫ്ലെയിമിന്റെ തന്നെ അത് തന്നെ നമ്മുടെ ഇതില്ലേ ഫോക്സ് ടെയിൽ റെഡ് പോലെ തന്നെ ഇലയ്ക്ക് നല്ല ചുരുളിച്ചുണ്ടല്ലേ? വേരിഗേറ്റഡ് ലീഫിലാണ്. പിന്നെ ഇങ്ങനെ തുമ്പിലാണ് പൂക്കൾ വരുന്നത് കൂടുതൽ. നല്ല അടുത്ത പ്രാവശ്യത്തേക്കൊക്കെ ഹിറ്റ് ആവാണല്ലേ? ഇപ്പൊ എല്ലാം ഗ്രാഫ്റ്റ് ആയിട്ട് ഇറങ്ങിയേക്കണതാണ്.